ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ജനുവരി 30 എദേസായിലെ വിശുദ്ധ അലക്സാണ്ടർ. എദേസായിലെ വിശുദ്ധ അലക്സാണ്ടർ സ്വർഗത്തിലെ നമ്മുടെ കൂട്ടുകുടുംബമാണ് വിശുദ്ധർ, രക്തസാക്ഷികൾ. അതിൽ ഈ ജനുവരി 30 ഓർക്കുന്ന പല വിശുദ്ധരിൽ ഒരാളാണ് എദേസായിലെ വിശുദ്ധ അലക്സാണ്ടർ. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കൊല്ലപ്പെട്ടത്, രക്തസാക്ഷിയായിട്ട് കൊല്ലപ്പെട്ടത് ക്രിസ്തുവർഷം 251 ഇപ്പോഴത്തെ സിറിയയിലെ എദേസായിൽ വെച്ചിട്ടാണ്. എദേസായിൽ വെച്ചിട്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ക്രിസ്തുവർഷം 251 3-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ. അതുകൊണ്ട് തന്നെ വളരെ വിശദാംശങ്ങൾ നമുക്ക് അറിയില്ല. എങ്കിലും ഇദ്ദേഹം വിശുദ്ധനാണെന്ന് രേഖകൾ, പണ്ട് മുതലുള്ള രേഖകളുണ്ട്. നമുക്കറിയാവുന്ന ചരിത്രം ഇതാണ്. വളരെ വൃദ്ധനായൊരു മനുഷ്യൻ, വളരെ വൃദ്ധൻ. ദേച്ചിയൂസ് ചക്രവർത്തിയുടെ കാലത്ത് മതമർദ്ദനം നടന്നപ്പോൾ ഈ പടുവൃദ്ധനെ ക്രിസ്ത്യാനി എന്ന കാരണം കൊണ്ട് മാത്രമല്ല, ക്രിസ്തു ധർമ്മം ഈ പടുവൃദ്ധനായിരുന്ന ആൾ പ്രഘോഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പല പ്രാവശ്യം പ്രഘോഷിക്കരുതെന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പും താക്കീതും കൊടുത്തു. അപ്പോൾ പറഞ്ഞു, ക്രിസ്തുവിനെ പ്രഘോഷിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിനെ പ്രഘോഷിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ ഇങ്ങൊരു ക്രിസ്തുവിനെ പ്രഘോഷിക്കുമെന്ന വാശി പിടിച്ചപ്പോൾ അന്ന് ഈ ദേച്ചിയൂസ് ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്ത് ഇദ്ദേഹത്തെ ഒരുപാട് ക്ലേശങ്ങൾക്കും കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും വിധേയനാക്കി, ശരിക്കും പീഡിപ്പിച്ചിട്ടും ഇദ്ദേഹം ഈ ക്രിസ്തുവിനുള്ള വിശ്വാസം ഉപേക്ഷിക്കുകയോ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയില്ലെന്ന് വാക്കുകുറിക്കുകയോ ചെയ്തില്ലെന്ന് മാത്രമല്ല, ഈ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും അവരോടും ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ പരസ്യമായി കൊന്നു, രക്തസാക്ഷിയായി കൊല്ലപ്പെട്ടു. പരസ്യമായി ക്രിസ്തുധർമ്മത്തെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിച്ചതിനാണ് ഈ ശിക്ഷയെന്ന് അത് വിളംബരം ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുവർഷം 251 സിറിയയിലെ എദേസയിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. രക്തസാക്ഷികളുടെ ആത്മാവുകൾ എവിടെയാണെന്ന് പറഞ്ഞത്? സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് തൊട്ട് താഴെ. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? വെളിപാട് പുസ്തകം 6-ാമത്തെ അധ്യായം 9 മുതൽ 13 വരെ. അവിടെ രക്തസാക്ഷികളുടെ ആത്മാവുകൾ ദൈവത്തോട് സംസാരിക്കുന്നു. ആത്മാവെന്ന് പറയുമ്പോൾ ഹിന്ദുക്കളോ ഗ്രീക്കുകാരോ വിചാരിക്കുന്ന പോലെ ശരീരം, ആ ആത്മാവല്ല, ആളായി മാറിയ ആത്മാവ്. ആളാണ്. രക്തസാക്ഷികളുടെ ആത്മാവെന്ന് വെച്ചാൽ രക്തസാക്ഷി. അവർക്ക് ഈ ശരീരം, അത് അന്തിമവിധിയിൽ ആ ശരീരം തേജസ്സോടെ ഉയർപ്പിക്കപ്പെട്ട് യോജിപ്പിക്കപ്പെടും. പക്ഷേ ആത്മാവ് മാത്രമല്ല സ്വർഗത്തിലേക്ക് ഈ സിംഹാസനം തൊട്ട് ഇരിക്കുന്നത്, ആളാണ്, ആളായി മാറിയ ആൾ. അപ്പോൾ ശരീരമെന്നും ആത്മാവെന്നും ബൈബിൾ പറയുമ്പോൾ ആളെയാണ് ഉദ്ദേശിക്കുന്നത്. കാണാൻ പറ്റുന്ന ആൾ ശരീരം, കാണാൻ പറ്റാത്ത ആൾ ആത്മാവ്. അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ ഹിന്ദുക്കളും ഗ്രീക്കുകാരും വിചാരിക്കുന്ന പോലെ നമുക്ക് ആത്മാവുണ്ട്, ശരീരമുണ്ട്, അങ്ങനെയൊന്നും ബൈബിളിലില്ല. ആളിൻ്റെ കാണാൻ പറ്റുന്ന ഭാഗം ശരീരം, ആളിൻ്റെ കാണാൻ പറ്റാത്ത ഭാഗം ആത്മാവ്. ആളെയാണ് ശരീരമാണെങ്കിലും ആത്മാവെന്നും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ആള് ജോസ് എന്ന ആള് രക്തസാക്ഷിയായിട്ട് മരിച്ചാൽ എൻ്റെ ആത്മാവ് എന്ന് വെച്ചാൽ ഞാൻ എന്ന ആള് ദൈവത്തിൻ്റെ സിംഹാസനത്തിന് തൊട്ട് താഴെ ഇരിക്കും. ദൈവത്തോടെ എനിക്ക് സംസാരിക്കാം, ദൈവം എന്നോട് സംസാരിക്കും. അങ്ങനെ ഒരു മോഹമില്ലേ ഇങ്ങനെ രക്തസാക്ഷിയായിട്ട് മരിക്കാനും കർത്താവിൻ്റെ സിംഹാസനത്തിന് തൊട്ട് താഴെ സ്വർഗത്തിൽ ഇരിക്കാനും ഒക്കെ? ഈ കൊറോണ വന്നോ ക്യാൻസർ വന്നോ മരിക്കുന്നതിനേക്കാൾ ഇങ്ങനെ രക്തസാക്ഷിയായി മരിക്കാൻ ആഗ്രഹിക്കണ്ടേ? അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.